ക്ഷേത്രങ്ങളിൽ പുരാണ പാരായണവും ഭക്തിപ്രഭാഷണവും നടത്തിവരുന്ന ലക്ഷ്മിക്കുട്ടി നെല്ലാനിക്കാട് വേദേതിഹാസങ്ങളിൽ നിരീക്ഷണപരമായി അറിവു നേടാനുള്ള നിരന്തര ശ്രമത്തിലാണ്. ഹരികഥാ കാലക്ഷേപവും കഥാപ്രസംഗവും ഭംഗിയായി അവതരിപ്പിച്ചിരുന്ന പ്രമുഖ ശില്പിയും സാഹിത്യകാരനുമായ ശ്രീ നെല്ലാനിക്കാട് സുകുമാരന്റെ പത്നീപദം അവരുടെ അറിവിനും ആശയവിനിമയ പാടവത്തിനും മിഴിവ് നൽകിയിട്ടുണ്ട്. തനതായ ശൈലിയിൽ ഭക്തിപ്രഭാഷണം നടത്തുന്ന ഇവരുടെ കഥനരീതി ലളിതവും പഠനാത്മകവുമാണ്. ഹായ് സുന്ദര കുട്ടന്മാരെ, ഇന്ന് കഥ കേൾക്കാൻ വന്നതാണോ? ഏത് കഥയാണ് പറയേണ്ടത്? പുരാണ കഥകളായാലോ? ഇഷ്ടമാണോ? പറയട്ടെ. നമ്മുടെ പുരാണ കഥകളിൽ ധാരാളം തത്വങ്ങളടങ്ങിയ ഒരു ഭയങ്കര കഥകളുടെ ഒരു കലവറയാണ് നമ്മുടെ പുരാണ കഥകൾ. അപ്പോൾ അത് പറയട്ടെ, അതിൽ നിന്നൊരു കഥ പറയട്ടെ. അതിൽ നിന്ന് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവോപദേശം എന്നൊരു കഥയുണ്ട്. കേട്ടിട്ടുണ്ടോ? അറിയുമോ കഥ ആർക്കെങ്കിലും? അപ്പോൾ അതിന്ന് പറയട്ടെ. ഏതാ പറയാൻ പോകുന്ന കഥ? ഉദ്ധവോപദേശം. അത് ആരോട് പറയുന്നതാണെന്നറിയാമോ? ശ്രീകൃഷ്ണ ഭഗവാന് ഉദ്ധവരോട് പറയുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അന്തർധാന സമയത്ത്, ശരീരം വെടിയുന്ന സമയത്ത് ഉദ്ധവർ ഭഗവാനെ കാണാൻ ചെല്ലുന്നതും അപ്പോൾ ഉദ്ധവർക്ക് കൊടുക്കുന്നതായ ഒരു ഉപദേശവുമാണത്. അത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കഥകളാണ്. അതിൽ പ്രധാനമായിട്ട് 24 ഗുരുക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. ആ 24 ഗുരുക്കന്മാരെയും ഇപ്പോൾ പറഞ്ഞ് ആ കഥ മുഴുവൻ പറയാൻ സമയമില്ലെങ്കിൽ അതിൽ പ്രധാനമായ 5 ഗുരുക്കന്മാരുടെ കഥ ഞാൻ പറയാം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രധാനമായും പ്രകൃതിയോടും മനുഷ്യരോടും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ കഥകളിൽ കൂടിയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ട് 24 ഗുരുക്കങ്ങളിൽ കുറേ പേരുകൾ ഞാൻ പറയാം. അതായത് ഭൂമി തുടങ്ങും. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, വായു, ജലം, പിന്നെ സർപ്പം, പെരുമ്പാമ്പ്, കിളികൾ, അങ്ങനെ പോകും 24 അതിൽ പ്രധാനമായ 5 ഗുരുക്കന്മാരെ നമ്മൾ പഠിപ്പിച്ചു തരുന്നതാണ്, നമ്മൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്നതാണ്. അതിൽ പ്രധാനമായിരുന്നു മത്സ്യം പിന്നെ ഒരു ചൂണ്ടയിൽ കോർത്ത് അതിൻ്റെ ഇരയിട്ടാൽ ആ മത്സ്യം വന്നിത് കൊത്തി വിഴുങ്ങും, ഇല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ആ കുരുക്ക് അതിൻ്റെ തൊണ്ടയിൽപ്പെട്ട് മത്സ്യം മരിക്കും. അപ്പോൾ എന്താണത് ആകർഷിക്കുന്നത്? അതിൻ്റെ ഭക്ഷണമാണെന്ന് വിചാരിച്ച് അത് ഈ ചൂണ്ടയിൽ കൊത്തി ആ കുരുക്കിൽപ്പെട്ട് അത് മരിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു തത്വമുണ്ട്. അതെന്താണ്? ആർക്കെങ്കിലും പറയാവോ? അതിൽ നിന്നൊരു മഹത്തായ തത്വം നമ്മൾ പഠിക്കുന്നുണ്ട്. നാക്കിൻ്റെ സ്വാദ് കൊണ്ട് നമ്മൾ പോയി ആപത്തിൽ ചാടും. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വച്ച് ഏറ്റവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവയവമാണ് നാക്ക്. അതുകൊണ്ട് ഈ നാക്കിൻ്റെ സ്വാദ് നോക്കി നമ്മൾ പോയാൽ നമ്മൾ പല ആപത്തിലും പെടും എന്നുള്ളതാണ് നമ്മൾ മത്സ്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈയാമ്പാറ്റ കണ്ടിട്ടുണ്ടല്ലോ? കാണാത്തവരാരും ഇല്ലല്ലോ. മഴയൊക്കെ കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ ഇതിങ്ങനെ നിറയെ പൊടിഞ്ഞു വരും. അതെന്താണ്? വെളിച്ചം കാണുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് ആകർഷിച്ച് വരികയാണ്, അല്ലേ? ഇതിനെന്തോ ഭക്ഷിക്കാനുള്ളതാണെന്ന് കണ്ട് ഇത് ആകർഷണ വലയത്തിൽപ്പെട്ട് ഈ ആമ്പാറ്റകൾ പറന്നു പൊങ്ങി വെളിച്ചത്തിലേക്ക്, അത് ആ തീയൊക്കെ കാണുവാണ്, തീയിലേക്ക് വന്ന് പറന്ന് വീഴുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ ആ തീയിൽപ്പെട്ട് നശിച്ചു പോകും, അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു തത്വം മനസ്സിലാക്കാനുണ്ട്. ആ തത്വം എന്താണ്? നമ്മൾ ഈ കാണുന്ന ആകർഷണ വലയത്തിൽ പെട്ടുപോയാൽ നമ്മൾ ആപത്തിൽ ചെന്ന് വീഴും. അതും ഈയാമ്പാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പ്രകൃതികളിൽ നിന്നെല്ലാം നമ്മളൊരു പാഠം പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഉദ്ധവർക്ക് ഇങ്ങനൊരു ഉപദേശം കൊടുക്കുന്നത് തന്നെ. അതുപോലെ തന്നെ പിന്നെ തേനീച്ച കണ്ടിട്ടില്ലേ എല്ലാവരും? ആ തേനീച്ചയിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്.
അതെന്താണെന്നറിയാവോ? തേനീച്ച പറന്നു പോയി തേൻ ശേഖരിച്ച് അത് കൊണ്ടുവന്ന് കൂട്ടിൽ കൂട്ടി വയ്ക്കും. ധാരാളം തേൻ കൂട്ടി വയ്ക്കും. അങ്ങനെ കൂട്ടി വയ്ക്കുന്ന തേന് ആര് വന്ന് എടുത്തുകൊണ്ട് പോകും? തേനെടുക്കലുകാർ വന്ന് ആ തേൻ എടുത്തുകൊണ്ട് പോകും. അപ്പം പിന്നെ ഇതിനത് കിട്ടുന്നില്ലല്ലോ, നഷ്ടപ്പെടുമല്ലേ. ആ തേൻ മുഴുവനും തേനെടുക്കലുകാരും എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്? അതിനെ കൊന്നിട്ടാണ് എടുക്കുന്നത് തേന്. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു വലിയ പാഠം പഠിക്കാനുള്ളത്, നമ്മൾ എന്ത് സ്വത്തുക്കളോ എന്ത് സാധനവും കൂട്ടി വെച്ചാൽ അത് നമുക്ക് പ്രയോജനപ്പെടാതെ നഷ്ടപ്പെടും എന്നൊരു കാര്യം ഈ തേനീച്ചയിൽ നിന്നും നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ സ്വത്തോ സമ്പത്തോ ഇതൊന്നും കൂട്ടി വയ്ക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന തത്വങ്ങൾ. അതുപോലെ തന്നെയാണ് പിന്നെ മാന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സംഗീതം കേട്ടാൽ മാൻ അവിടെ നിന്നത് കേട്ടുപോകും. അപ്പോൾ ഈ വേടൻ എന്ത് ചെയ്യും? വേടൻ വല വിരിക്കും. വല വിരിച്ചിട്ട് ആ വലയുടെ ഉള്ളിൽ നിന്ന് ഈ വേടൻ പാട്ട് പാടും, നല്ല സംഗീതം ചെയ്യും. അതിൻ്റെ ലഹരിയിൽ മയങ്ങി ഈ മാൻ ചെന്ന് ആ വലയുടെ ഉള്ളിൽ പെടും. വലയിൽ ഉള്ളിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വല കൂട്ടി ആ മാനിനെ വേടൻ നശിപ്പിക്കും. അപ്പം പിന്നെ അതിലും മഹത്തായ ഒരു തത്വം അടങ്ങിയിട്ടുണ്ട്. അതിനാണ് ഈ വേടനിൽ കൂടിയും ഈ പക്ഷികളിൽ കൂടിയും മൃഗങ്ങളിൽ കൂടിയും എല്ലാം കഥകൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മാനിനെ വേടൻ പിടിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കും. അപ്പോൾ അതിൽ നിന്നൊരു ഉപദേശമുണ്ട് നമ്മൾക്ക് വേണ്ടി. അതെന്താണ്? നമ്മൾ ഈ പാട്ടിൻ്റെ ആ ആകർഷണ വലയത്തിൽപ്പെട്ട് നമ്മൾ കുടുങ്ങരുത്. ഇതൊന്നും ഈ വക എല്ലാ കാര്യങ്ങളിലും ഒന്നല്ലേ മറ്റൊരു തരത്തിലുള്ള ആപത്തുകൾ നമ്മളിൽ വന്നു ചേരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആരെയൊക്കെ പറഞ്ഞു, ആരുടെ കഥയൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഈ ആമ്പാറ്റ, തേനീച്ച. ഇനി ആനയുടെ കഥ പറയാം. ആനയെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ആന എങ്ങനെയാണ് ഈ ആനവേട്ടക്കാർ പിടിക്കുന്നതെന്നറിയുമോ? അതിന് അവർ വലിയ തന്ത്രങ്ങൾ പ്രയോഗിക്കും. ആനയെ പിടിക്കാൻ വേണ്ടി വലിയ കുഴി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത് ചവറൊക്കെ ഇട്ട് മൂടി വെക്കും. മൂടി വെച്ചതിന് ശേഷം ആ കുഴിയുടെ ഇങ്ങേക്കര കൊണ്ട് ഒരു പെണ്ണാനെ നിർത്തും. എന്നിട്ട് ഈ കാട്ടിലെ ആന ഈ പെണ്ണാനെ ആകർഷിച്ച് ആ കുഴിയുടെ വക്കത്ത് വരുമ്പോൾ ഈ പെണ്ണാന പുറകോട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതിനെ സ്പർശിക്കാൻ വേണ്ടി ഈ കാട്ടാന മുമ്പിലേക്ക് വരുമ്പോൾ ഈ കുഴിയിൽപ്പെടും. അപ്പോൾ ഈ ആനയ്ക്ക് സ്പർശന സുഖം വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിനു വേണ്ടി ഈ കാട്ടാന മുമ്പിലേക്ക് വരുമ്പോൾ ഈ കുഴിയിൽപ്പെട്ടു. പിന്നെ എന്നും അത് ബന്ധനത്തിലായി. പിന്നെ മനുഷ്യൻ പിടിച്ച് അതിനെ മെരുക്കി നമ്മൾ ഈ കാണുന്ന നാട്ടാനകളെ പോലെ കൊണ്ടു നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ ഒരു സ്പർശന സുഖം പോലും നമ്മളെ കൊണ്ടുപോയി ആപത്തിൽ ചാടിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ 24 ഈ പിന്നെ ജീവികളെ പറ്റിയും ഓരോ ഗുണപാഠങ്ങൾ നമ്മൾക്കറിയാനുണ്ട്. അതായത് മനുഷ്യനും പ്രകൃതിയായി വളരെയധികം ഇണങ്ങിച്ചേർന്ന് വളരെയധികം ഒരു ഒട്ടലോട് കൂടി ആണ് ജീവിച്ചു പോകേണ്ടത്. പക്ഷേ ഇന്ന് പ്രകൃതിയെ അത് പിന്നെ മനുഷ്യൻ വികലമാക്കുന്നത് കൊണ്ട് വളരെയധികം കാലാവസ്ഥകൾക്കുമൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളായ നിങ്ങളെല്ലാവരും പ്രകൃതിയുമായിട്ട് വളരെയധികം ഇണങ്ങിച്ചേർന്നൊരു ജീവിതത്തിലേക്ക് പോയാൽ നമ്മുടെ ജീവിതവും സുഖമാകും, പ്രകൃതി അതേപടി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുടെ ഒരു ശേഖരമാണ് നമ്മളുടെ പുരാണ കഥകളെല്ലാം തന്നെ. പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതം കുട്ടികളായ നിങ്ങളും ഒക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. അതിലെ കഥകൾ മാത്രമല്ല, അതിലെ തത്വങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഥകളിൽ കൂടി നമ്മളെ തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. വെറും തത്വങ്ങൾ മാത്രം പറയുമ്പോൾ അത് കേൾക്കാനൊരു രസമില്ലല്ലോ. അതിനുവേണ്ടിയാണ് ഗജേന്ദ്രമോക്ഷം, അങ്ങനെ ഒരുപാട് കഥകൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളൊക്കെ ഇതൊക്കെ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ജീവിതം വഴിതെറ്റാതെ നല്ലൊരു ജീവിത പന്ഥാവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പുരാണ കഥകളൊക്കെ
നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഞാൻ ഉദ്ധവോപദേശം എന്ന് പറയും. ഉദ്ധവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഉദ്ധവരാരാണെന്നറിയില്ലല്ലോ. ഈ ഉദ്ധവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂട്ടുകാരനും ഭഗവാന്റെ കൊട്ടാരത്തിലെ ഉപദേശകനും എല്ലാമായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ കഴിച്ച പാത്രത്തിലെ ഉദ്ധവർ ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു. അതുപോലെ ഉടുത്ത് അഴിച്ചിട്ട വസ്ത്രങ്ങളെ ഉദ്ധവർ ധരിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഒരു ശ്രീകൃഷ്ണനെ പോലെ, അതായത് ശ്രീകൃഷ്ണൻ്റെ തത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കി ജീവിച്ചു പോകുന്ന ഒരാളാണ് ഉദ്ധവരെ. അപ്പോൾ ഈ ഭഗവാന്റെ ദേഹവിയോഗം അടുക്കാറായപ്പോൾ ഉദ്ധവർ ഭഗവാനെ കാണാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് കാണാൻ പോകുന്നത് എന്തിനാണെന്നറിയാവോ? എന്നെയും കൂടി, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൂടി കൊണ്ടുപോകണം. എനിക്ക് അങ്ങില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് എവിടേക്ക് പോകുന്നോ അവിടേക്ക് എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് അപേക്ഷിക്കാനാണ് ഉദ്ധവർ ഭഗവാന്റെ അടുക്കൽ ചെന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് സാധ്യമല്ല. നമ്മൾ ഓരോരുത്തർ വരുന്നു, ഓരോരുത്തരാണ് തിരിച്ചു പോകുന്നത്. എനിക്ക് ആരെയും കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നും പറഞ്ഞ് ആ ബാക്കിയുള്ള കാലം ജീവിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ഉപദേശ കഥകളാണ് ഈ ഉദ്ധവോപദേശം.